പതിവ് പോലെ മകൻ വിളിക്കുന്നതും കാത്തിരുന്ന ദീപ പക്ഷേ കേട്ടത് മകന്റെ മരണവാർത്തയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീഹരി കുവൈത്തിലേക്ക് ജോലിക്കായി എത്തുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മെക്കാനിക്കൽ എഞ്ചിനീയറായി ശ്രീഹരി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ഉറക്കമുണരാൻ ശ്രീഹരിയെ വിധി അനുവദിച്ചില്ല. ആ തീഗോളങ്ങൾക്കിടയിൽ ശ്രീഹരിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. കുവൈത്തിൽ ഇന്നലെ നടന്ന തീപിടുത്തത്തിൽ മരിച്ച ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ വിയോഗവാർത്ത വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നത് ശ്രീഹരിയുടെ പിതാവായ പ്രദീപ് തന്നെയായിരുന്നു. പ്രദീപും ജോലി ചെയ്യുന്നത് കുവൈറ്റിൽ തന്നെയാണ്. തീപിടുത്തത്തിന് ശേഷം ശ്രീഹരിയെ കാണാനില്ലായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ നടത്തിയ അന്വേഷണത്തിനിടയിലാണ് തന്റെ മകനും അപകടത്തിൽ മരണപ്പെട്ടുവെന്ന നടുക്കുന്ന വാർത്ത പ്രദീപ് അറിയുന്നത്. അതേസമയം തീപിടുത്തത്തിൽ മരണമടഞ്ഞ പന്തളം സ്വദേശിയായ ആകാശിന്റെ വിയോഗവും നൊമ്പരമായിരിക്കുകയാണ്. ഓണത്തിന് നാട്ടിലെത്താനിരിക്കെയാണ് മുടിയൂർക്കോണം ശോഭനാലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനകുമാരിയുടെയും മകൻ ആകാശ് എസ് നായരെ തീ വിഴുങ്ങിയത്. 1 വർഷം മുമ്പാണ് ആകാശ് അവസാനമായി നാട്ടിലെത്തിയത്. എന്നും നാട്ടിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഇത്തവണ ഓണത്തിന് നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. തീപിടുത്തത്തെപ്പറ്റി അറിഞ്ഞതു മുതൽ സുഹൃത്തുക്കൾ ആകാശിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഫോൺ എടുത്തിരുന്നില്ല. കുവൈത്തിലുള്ള സുഹൃത്തായ അരുണും സുഹൃത്തുക്കളും വിവരം തേടി സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ആകാശ് കുവൈത്തിലെ മുബാറക് ആശുപത്രിയിലുള്ളതായി അറിഞ്ഞത്. പിന്നീട് ആകാശിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. മരിച്ച ആകാശ് അവിവാഹിതനാണ്. തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇപ്പോൾ 14 ആയിട്ടുണ്ട്. അപകടത്തിൽ മൊത്തം 49 പേർ മരിച്ചതായാണ് വിവരം. ഇതിൽ 26 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന 50-ലധികം പേരിൽ 30ഓളം പേരും മലയാളികളാണ്.